ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് ഇമ്മക്കുട്ടിയുടെ കാത് കുത്താനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോണത്. അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് ഇറങ്ങണത് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ കാരണം ബർത്ത്ഡേക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ടും പിന്നെ ആദ്യത്തെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിത് ഇപ്പോൾ കാത് കുത്താൻ പോണത്. അപ്പം ഇമ്മക്കുട്ടിയുടെ കാത് കുത്താനായിട്ട് ഞങ്ങൾ പോണത് ഇവിടെ തൊട്ടടുത്തുള്ള ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരേ വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളും അവിടെ തന്നെയാണ് സ്ഥിരം പോവാറുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ കംഫർട്ടുമായിട്ട് വന്നത്. അപ്പോൾ അതേ വന്ന് കഴിഞ്ഞിട്ട് നീ അമ്മയുടെ കയ്യിലേക്ക് ഞാൻ കൊടുത്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് അമ്മയുടെ കയ്യിലേക്ക് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞാൻ ശരിക്കും പെട്ടുപോയത്. കാരണം എന്താ വെച്ചാൽ നമ്മളടുത്ത് തന്നെ നിൽക്കണം, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനും കൂടി നിന്നത്. അപ്പോൾ അവർ പോയിൻ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തല ചരിക്കുന്നത് കൊണ്ട് അവർക്ക് പോയിൻ്റ് കൃത്യമായിട്ട് അവർക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മാച്ചൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ട് പയ്യെ ഒന്ന് പിന്നെ ടച്ച് ചെയ്തായിരുന്നു പിന്നെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ പോയിൻ്റൊക്കെ കുത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ദേ മരവിക്കാനുള്ള മരുന്നൊക്കെ വെച്ച് കുറച്ച് നേരം ഇരുത്തിയിട്ടൊക്കെയാണ് പിന്നെ ദേ കാത് കുത്താനായിട്ട് ദേ ചേച്ചി ഷൂട്ടറൊക്കെ എടുത്ത് നിന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഫസ്റ്റ് എന്താ ഏതാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദേ ആ ഷൂട്ടർ കാതിലൊന്ന് പ്രസ് ചെയ്യാൻ വെച്ചപ്പോഴാണ് പുള്ളിക്കാരത്തിക്ക് പിന്നെ എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരത്തി പേടിച്ചതും കൂടുതൽ പേടിക്കണതും. അപ്പോൾ വാക്സിൻ എടുക്കാൻ കൂടുതലും പേടിയാണ് പുള്ളിക്കാരത്തിക്ക്, അതിൻ്റെ ഒരു പേടിയുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവച്ചപ്പോഴും പിന്നെ ആ പ്രസ് വന്നപ്പോഴും ആ ഒരു പേടി തന്നെയാണ് ഇവിടെയും വന്നത്. അപ്പോൾ അതേ ഒരു കാത് കുത്തിയിട്ട് അപ്പുറത്തെ കാത് കുത്താൻ കുറച്ച് പ്രയാസമായിരുന്നു. പിന്നെ ഞാനിരുന്നിട്ടാണ് പിന്നെ കുത്തിയത്. അപ്പോഴും കുറച്ച് എന്താ പറയുക, കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും പിന്നെ കുത്തി കഴിഞ്ഞ് പുള്ളിക്കാരത്തിനെ ഒന്ന് ചില്ലാക്കിയിട്ടൊക്കെയാണ് അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത്. പിന്നെ പുള്ളിക്കാരത്തി പിന്നെ ഹാപ്പിയൊക്കെ ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഇതേ വന്നു. അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ.